നമുക്ക് ബാലന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ 2 ദിവസമായിട്ട് പ്രോപ്പറായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് പോയതുകൊണ്ടാണ്. എന്താണെങ്കിലും ഇനിയിപ്പോ വരുന്ന 1-2 ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഒരാഴ്ചക്കുള്ളിൽ എന്താണെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് മിത്ര സന്തോഷത്തോടു കൂടിയിട്ടാണ് മീനാക്ഷി അടുത്തേക്ക് വരുന്നത്. വൈകുന്നേരം ആകുമ്പത്തിന് 10 ലക്ഷം രൂപ കിട്ടും. അപ്പൊ എന്നെ കുഴപ്പമില്ല, എന്തായാലും മീൻ ചേച്ചിയോട് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവാം എന്ന് കരുതിയിട്ട് നേരെ മീനാക്ഷിയുടെ അടുത്തേക്ക് എന്നു. അപ്പോഴേക്കും മീനാക്ഷി ചോദിച്ചു, എന്തായി കാര്യങ്ങളൊക്കെ, പണം കിട്ടിയോ എന്ന് ചോദിച്ചു. ആ സമയം മിത്ര പറഞ്ഞു, അതെ പണം കിട്ടിയില്ല മീനു ചേച്ചി. കിട്ടിയില്ലേ? അപ്പൊ ഈ സ്വർണം കൊണ്ട് പണയം വെക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. പക്ഷേ എങ്കില് സ്വർണം പണയം വെച്ചിട്ട് പൈസ കിട്ടിയില്ല. അതെങ്ങനെ ശരിയാവും? അതെ 10 ലക്ഷം രൂപ ഇപ്പൊ അവരുടെ കയ്യിൽ ഇല്ലാന്ന്, പിന്നെ അത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോളാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വൈകുന്നേരം അത് ക്യാഷ് ആയിട്ട് തരാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ക്യാഷ് ആയിട്ട് തന്നാൽ മതി, അതല്ലേ ഇത്രയോട് നല്ലത്. അതെനിക്ക് മീൻ ചേച്ചിയുടെ കയ്യിൽ തരാനും പറ്റില്ലേ? എന്നിട്ട് ഞാൻ സ്വർണ്ണം അവിടെ കൊടുത്തിട്ട് പോന്നോ? അതെ. വിഷു, നീ എന്ത് പരിപാടിയും ഇത്രേ കാണിച്ചേ? അങ്ങനെ ആരെങ്കിലും ചെയ്യുവോ? സ്വർണ്ണം അങ്ങനെ കൊടുത്തിട്ട് പോരുവോ? അതെ, അത് 916 ഹോൾമാർക്കൊന്നും അത്തേൽ അങ്ങനെ ഇല്ലെന്നാ പറയണേ. അതുകൊണ്ട് അവർ പറഞ്ഞു വേറെ എവിടെ വെച്ചാലും ഇനി 10 ലക്ഷം രൂപയൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ സ്വർണ്ണം അവർ വാങ്ങിച്ചു വെച്ചതിന്റെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേപ്പർ എടുത്ത് മീനുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോഴേക്കും മീനു നോക്കിയിട്ട് പറഞ്ഞു, അല്ല മിത്രേ, അവര് പറ്റിക്കോ ചതിക്കോ മറ്റോ ചെയ്യുവോ ഇനി? സ്വർണവും പോവും പണവും പോവെന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. സ്വർണം പണയം വെക്കുന്ന സ്ഥലമല്ലേ, അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടി വേണ്ട. പക്ഷെ മീനാക്ഷിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. മീനാക്ഷി പറഞ്ഞു, എനിക്കെന്തോ വല്ലാത്തൊരു ഭയം തോന്നുന്നുണ്ട്. അറിയാലോ, ഇതെങ്ങാനും വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും ആയിരിക്കില്ല കാര്യങ്ങൾ നടക്കുന്നേ. അത് കേട്ടതും മിത്ര പറഞ്ഞു, എന്തിനാ വിഷമിക്കുന്നേ? ഒരു കാര്യം ചെയ്യുക, മീൻ ചേച്ചി വിളിച്ചിട്ട് ആരിനോട് പറ, ഇന്ന് എനിക്ക് PF ലോൺ കിട്ടും, 10 ലക്ഷം രൂപ ഞാൻ ലോൺ എടുത്ത് തരാന്ന് പറ. ആ പൈസക്ക് ആരിനോട് ബിസിനസ് ചെയ്തോളാൻ പറ. എങ്ങനെയുണ്ട്? അത് കൊള്ളാം, പക്ഷെ വൈകുന്നേരം കിട്ടൂലല്ലോ. ഉറപ്പായിട്ടും കിട്ടും, വിളിച്ചു പറ, അല്ലെങ്കിലേ ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് മീനാക്ഷി എന്ത് ചെയ്തു? മീനാക്ഷി ആരിനെ വിളിക്കുകയാണ്. ആരിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആര്യ എനിക്ക് 10 ലക്ഷം രൂപ ലോൺ കിട്ടും. അപ്പൊ അത് മിത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരിനൊരു ബിസിനസ് ചെയ്യണമെന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആരിന് വേണമെങ്കിൽ ഞാൻ തരാം, മിത്ര എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോ ആര്യ പറഞ്ഞു, അത് വേണ്ട മീനു ചേച്ചി, അത് സാരമില്ല എന്ന് പറഞ്ഞു. അതല്ല ആര്യ, ഇപ്പൊ ബിസിനസ് ചെയ്യാനായിട്ട് അത് എടുക്കുക, പിന്നെ എന്താന്ന് വെച്ചാൽ നമുക്കത് ചെയ്യാന്നൊക്കെ പറഞ്ഞു. മീനാക്ഷിക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കള്ളത്തര പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതെങ്ങനെയാവും എന്താവും എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. അങ്ങനെ ഒടുവില് ആര്യം പറഞ്ഞു, ശരി ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി എന്നിരിച്ചു, ആരടാ വിളിച്ചേ? മിത്രയാണോ? അല്ല, മീനാക്ഷി എടുത്തിയാന്ന് പറഞ്ഞു. അല്ല, എന്തു പറ്റി? അതെ, മീനാക്ഷി അടുത്തേക്ക് PF ലോൺ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ലോൺ കിട്ടുമെന്ന്, ആ പൈസ എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട് ബിസിനസ് തുടങ്ങാനായിട്ട്. ആഹാ, അത് നല്ല കാര്യമാണല്ലോ. ഒരു കാര്യം ചെയ്യ, നീയേ പൈസ കിട്ടിക്കഴിയുമ്പോൾ മീനാക്ഷിയെ പോയി കൂട്ടിക്കൊണ്ട് വരണം. ഒരു പക്ഷെ ഇത് കാലമല്ല 1-2 ലക്ഷം രൂപയല്ലോ, 10 ലക്ഷം രൂപയുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് ശരിയാ, അങ്ങനെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ മിത്രയെ നീ കോളേജിൽ കൊണ്ടേ ആക്കിയിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് മിത്ര വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ വൈകുന്നേരം പോയാൽ മതിയല്ലോ, വൈകുന്നേരം അല്ലേ ക്യാഷ് കിട്ടത്തുള്ളൂ എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഈ സമയത്ത് അച്യുതൻ എന്ത് ചെയ്തു? ആ സ്വർണ്ണമൊക്കെ ആയിട്ട് നേരെ കൃഷ്ണമംഗലത്തേക്ക് വരുവാണ്. കൃഷ്ണമംഗലത്തേക്ക് വന്നിട്ട് നന്ദിതയെ അവരെയൊക്കെ വിളിക്കണം. അവരെയൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അച്യുതൻ എന്ത് ചെയ്തു? ആ സ്വർണ്ണം എടുത്ത് ഞങ്ങൾ കാണിക്കണം, ഇത് നോക്ക് എന്നും പറഞ്ഞിട്ട് കാണിച്ചു. അപ്പോഴേക്കും നന്ദിച്ചു, ഇത് മിത്രയ്ക്ക് കൊടുത്ത സ്വർണ്ണമല്ലേ, ഇതെങ്ങനെ അച്യുതൻ നിന്റെ കയ്യിലെത്തി? അതല്ലേ ഞാൻ പറയാൻ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സ്വർണ്ണം ഉണ്ടല്ലോ, അത് പണയം വെക്കുന്നിടത്തുനിന്ന് ഞാൻ വാങ്ങിച്ചാന്ന് പറഞ്ഞു. പണയം വെക്കുന്നിടത്തുനിന്നോ? കുറ്റം ആരിന്റെ തലയിലേക്ക് അങ്ങോട്ട് ചുമത്തുവാണ്. ആരിന് പണയം വെക്കാൻ കൊണ്ടുപോയത് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞോണ്ട് ആരിനാണെങ്കിലോ അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. ആരിന് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലാത്ത കാര്യമായിരുന്നു. അത് കേട്ടപ്പോൾ അവരൊക്കെ ഒന്ന് ഞെട്ടി. പണയം വെക്കാനോ? അതെ, ഞാൻ പറയുമ്പോൾ ആർക്കും വിശ്വാസം വരത്തില്ലല്ലോ, അവനാ സ്വർണം കൊണ്ട് പോയെന്ന്. പക്ഷെ എങ്കിൽ ഇപ്പൊ എല്ലാവർക്കും വിശ്വാസം വന്നല്ലോ എന്നൊക്കെ അച്യുതൻ പറയണം. അത് കേട്ടപ്പോ ഇന്ദിരാമ്മ പറഞ്ഞു, എടാ അച്യുത, അല്ല നിനക്കെങ്ങനെ അറിയായിരുന്നേ അവിടെ സ്വർണം ഉണ്ടെന്നുള്ള കാര്യം? പിന്നെ എനിക്ക് പരിചയമുള്ളൊരു കടയായിരുന്നല്ലോ അത്, ആ സ്വർണം പണയം വെക്കുന്ന സ്ഥലം. അപ്പൊ അതുകൊണ്ട് അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആരും ചെന്ന് കഴിഞ്ഞപ്പോ അങ്ങനെയാണ് ഞാൻ അവിടേക്ക് ചെല്ലുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നന്ദിത് പറഞ്ഞു, ദൈവമേ, അതടി സ്വർണത്തെ കുറിച്ചൊന്നും അറിയത്തില്ലെന്നാണല്ലോ അവര് പറഞ്ഞത്.
അതൊക്കെ അങ്ങനെ പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, മൊത്തം കള്ളനും കള്ളികളും ആ വീട്ടിലുള്ള ദേവമംഗലത്തുള്ളതെന്ന്. ഇപ്പൊ വിശ്വാസം വന്നല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മൻ സഹിച്ചില്ല. ധർമ്മൻ ഒട്ടും പ്രതീക്ഷ കാര്യമായിരുന്നില്ലത്. കാരണം ആര്യന് ആ സ്വർണം എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ, എന്നിട്ട് ഇപ്പൊ ആ സ്വർണം എങ്ങനെ എവിടുന്ന് പൊങ്ങി വന്നു? ഇത് ആര്യന് മിത്രയുണ്ടല്ലോ, മിത്ര പറഞ്ഞിട്ട് പണയം വെക്കാൻ കൊണ്ടുപോയതാണോ, ഇനിയിപ്പം മിത്രയ്ക്ക് വേണ്ടി ആര്യം കൊണ്ടേ പണയം വെക്കാൻ പോയതാണോ ഒന്നും അറിയത്തില്ല. പക്ഷെ എന്താണ് സംഭവം എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. രണ്ടുപേരും കൂടെ ഇത്രയും കാലം മറച്ചു വെച്ചിട്ട് കുറേശ്ശെ ആയിട്ട് പുറത്തിറക്കിക്കൊണ്ടിരിക്കുക. ഇതിപ്പോ 25 പവനുണ്ട്. ബാക്കി എത്ര പവനും അവരുടെ കയ്യിലുണ്ടെന്ന് അറിയാവോ? അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, അല്ല അച്യുതേട്ടാ, അതെങ്ങനെ ശരിയാവും? അങ്ങനെയാണ് സ്വർണ്ണം ഒന്നും എടുക്കുന്നവനല്ല, അടിച്ചു മാറ്റുന്നവനല്ല. പിന്നെ നിനക്കൊന്നും അറിയത്തില്ലാത്തോണ്ടാ ധർമ്മ, നിനക്ക് എന്തറിയാന്നൊക്കെ പറഞ്ഞു. ധർമ്മനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇതിൽ അച്യുതന്റെ കളിയാന്ന് ധർമ്മന് വിശ്വസിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സ്വർണം നന്ദിത സ്വർണം തിരിച്ചറിയുകയും ചെയ്തു. മിത്രയ്ക്ക് കൊടുത്ത സ്വർണ്ണമാണ്. അപ്പൊ ഈ സ്വർണം ഇപ്പൊ പൊങ്ങി വരണമെങ്കിൽ, ഇത്രയും നാളുകൾക്ക് ശേഷം വരണമെങ്കിൽ അവരത് പൂഴ്ത്തി വെച്ച തന്നെ ആയിരിക്കില്ലേ? അപ്പൊ എന്തിനാ ആരും കള്ളത്തരം പറഞ്ഞ് താൻ സ്വർണം എടുത്തിട്ടില്ല എന്നൊക്കെ, അതൊക്കെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞവരെ. ഈ സമയത്ത് ഗോമതിയുടെ മനസ്സ് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കാണാൻ പാടില്ലാത്ത പല സ്വപ്നങ്ങളും കാണുന്നുണ്ട്. ഈ കുടുംബത്തില് അശുഭകരമായിട്ട് എന്തോ സംഭവിക്കാനായിട്ട് പോകുന്നുണ്ട്. അതെന്താ ഏതൊന്നും അറിയത്തില്ല. അപ്പൊ അതിൻ്റെതായ ഒരു ടെൻഷനുണ്ട്. ബാലനോട് അത് വിളിച്ചപ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബാലൻ പറഞ്ഞു, അതൊക്കെ നിന്റെ തോന്നൽ മാത്ര, വെറുതെ നിനക്ക് ഓരോന്നൊക്കെ തോന്നാ, അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? കോമതിക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഈ സമയത്ത് കൃഷ്ണമംഗലത്ത് അച്യുതൻ പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ഇപ്പൊ തന്നെ ചോദിച്ചിട്ട് തന്നെ കാര്യം. കള്ളക്കപ്പലിൽ തന്നെ കൈയോടുകൂടി പിടികൂടണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ആ സ്വർണമൊക്കെ ആയിട്ട് ചോദിക്കാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി. എന്നിട്ട് മുറ്റത്ത് വന്നിട്ട് ദയമംഗലത്ത് നോക്കിയിട്ട് വിളിക്കുവാണ്. അപ്പൊ ഒച്ചപ്പാടും വേളം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്ക് ഇറങ്ങി വന്നു. ഗോമതി ഹനും മിത്രയ്ക്ക് ഇറങ്ങി വരുവാണ്. അങ്ങനെ അവരങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനാ സ്വർണം കൂടെ കാണിച്ചു. എടാ, അപ്പൊ നീ സ്വർണം എടുത്തിട്ടില്ലെന്ന് പറഞ്ഞ് വെറുതെ പറഞ്ഞായിരുന്നല്ലേ, ഇപ്പഴാ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. സ്വർണം കണ്ടു കഴിഞ്ഞപ്പോ മിത്ര ഞെട്ടി. താൻ പണയം വെക്കാൻ കൊണ്ടേ കൊടുത്ത സ്വർണം ഇതെങ്ങനെ ചെറിയച്ഛന്റെ കയ്യിലെത്തി എന്നൊരു ടെൻഷനായിരുന്നു മിത്രയുടെ മനസ്സറിയും. അപ്പോഴേക്കും ഗോമതി, നിങ്ങൾ എന്തൊക്കെയാ പറയണേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞു. കൂടുതലൊന്നും മനസ്സിലാക്കൊന്നും വേണ്ട. നീ എന്താടി പറഞ്ഞേ? നിന്റെ മോൻ കള്ളനല്ല, സ്വർണ്ണമൊന്നും അടിച്ചു മാറ്റില്ലെന്ന്. പണയം വെക്കാൻ കൊണ്ടുവരുത്തുന്ന ഈ സ്വർണം ഇപ്പൊ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് 10 ലക്ഷം രൂപയ്ക്ക് ഈ സ്വർണം കൊണ്ടേ പണയം വെക്കാനായിട്ട്. ദൈവമായിട്ട് എന്റെ കൺമുന്നിൽ അത് കാണിച്ചു തന്നു. അത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, വെറുതെ അനാവശ്യം പറയരുത് എന്റെ മോനെ കുറിച്ച്. അനാവശ്യമോ? ഇവനെന്നാ സ്വർണം അടിച്ചു മാറ്റിന്ന് പറഞ്ഞപ്പോ ആരെങ്കിലും കേട്ടോ? ഇല്ലല്ലോ. അപ്പോഴേക്കും ആരിന് ദേഷ്യമായി. ആരും പെട്ടെന്ന് പാഞ്ഞു എന്നിട്ട് അച്ഛനെ തല്ലാൻ തുടങ്ങുമ്പോഴത്തേനും ധർമ്മന്റെ ഇടയിലേക്ക് കയറി. ധർമ്മം പറഞ്ഞു, തൊട്ടുപോരുതേട്ടനെന്ന് പറഞ്ഞു. മാറി നിൽക്കടാ അങ്ങോട്ടെന്ന് പറഞ്ഞു. നീ എന്താടാ പറഞ്ഞേ? അന്ന് സ്വർണം എടുത്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആരടാ മോഷ്ടാവ്? അവിടെ നിന്ന് 25,000 രൂപ എടുത്തെന്ന് പറഞ്ഞോണ്ട് നിന്റെ അച്ഛനുണ്ടല്ലോ എന്നെ കുറ്റക്കാരനാക്കി. ഇപ്പൊ നീയാണ് ആ സ്ഥാനത്ത് നിൽക്കണമെന്ന് പറഞ്ഞു. വല്ലാത്ത അടി കിട്ടിയല്ലേ ഇപ്പൊ ആരിന്. അതുപോലെ തന്നെ മിത്ര ഞെട്ടിത്തെറിച്ചിരിക്കുക. മിത്രയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. എല്ലാം തകിടം മറിഞ്ഞെന്ന് മനസ്സിലായി. ഒരു പക്ഷെ ആ പണയം വെക്കാൻ പോയ ആ സ്ഥലത്തിലുള്ളവരെ തന്നെ പറ്റിച്ചിട്ടുണ്ട്, കബളിപ്പിച്ചിട്ടുണ്ട്. സ്വർണവും പോയെന്ന് മനസ്സിലായി. അതിനേക്കാൾ ഉപരി ആര്യന്. കാരണം ആരിനോട് ഇനി എന്ത് പറയണമെന്ന് പോലും അറിയത്തില്ല. ആരിനെ ആദ്യമേ പറഞ്ഞാൽ തനിക്ക് ആ സ്വർണ്ണമൊക്കെ വേണ്ടെന്ന്. അപ്പോഴേക്കും അച്ഛനും പറഞ്ഞു, ഇപ്പം മനസ്സിലായാലോടെ ധർമ്മ, ഒന്നും ശരിയല്ലെന്നുള്ള കാര്യം. ഞങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞു തരുമ്പോൾ നിനക്ക് തലയിലേക്ക് കയറത്തില്ല. ഇപ്പോഴെങ്കിലും നീ മനസ്സിലാക്കി ഇവരുടെ തനി സ്വരൂപം എന്താന്ന്. ഒന്നും ശരിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കോമതിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. കോമതി ആരിനെ ചെന്ന് ചോദ്യം ചെയ്യണം, സത്യമാണോടാ നീ ആ സ്വർണ്ണം എടുത്തായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അമ്മേ ഞാന് വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട. കോമതി വരെ ആരിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. കാരണം കോമതിക്കും അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇതിനകത്ത് എന്തോ ചതി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം മിത്രയ്ക്ക് മനസ്സിലായി. താനോട് ആ സ്വർണം കൊണ്ടേ കൊടുത്തപ്പോൾ എങ്ങനെയോ അത് ചെറിയച്ഛൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത് മിത്ര തലപോയിക്കുകയാണ്. പോലീസ് ആവാൻ പോകുന്ന പെൺകുട്ടിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വാഭാവികമായിട്ടും ആരാ സ്വർണ്ണമൊന്നും കൊടുത്തിട്ട് പോരുമല്ല. പക്ഷെ എങ്കിൽ ഒരു പൊട്ടത്തര കാണിച്ചു വെച്ചത്. ഇനിയിപ്പോൾ അതിന്റെ പേരിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ദേവമംഗലത്തും കൃഷ്ണമംഗലത്തും ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.